സ്നേഹമുള്ളവരെ, യേശു വളരെ പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയായിരുന്നു. യേശുവിന് പകരം വയ്ക്കുവാൻ മറ്റൊരു വ്യക്തിയും ഉണ്ടായിരുന്നില്ല. അതെ, അവൻ വ്യത്യസ്തനായിരുന്നു, ദൈവത്തിൻ്റെ പുത്രനുമായിരുന്നു. പുതിയ നിയമത്തിൽ ഇത് നമ്മൾ നിരവധി സാക്ഷ്യങ്ങളിലൂടെ, യേശുവിൻ്റെ അനുയായികളുടെ ജീവിതത്തിലൂടെ, വാക്കുകളിലൂടെ നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെയായിരുന്നു യേശുവിൻ്റെ ജ്ഞാനസ്നാനവും. വളരെ പ്രത്യേകതകൾ ഉള്ളതായിരുന്നു. അവൻ്റെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവം സംസാരിക്കുന്നതും നമ്മൾ കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി എന്നാണ് വായിക്കുന്നത്. അവിടെ നമ്മൾ കേൾക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ദൈവം സാക്ഷ്യപ്പെടുത്തുന്നതാണ് യേശുവിനെ പറ്റി. എന്നിരുന്നാലും യേശുവിൻ്റെ ജീവിതവും യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമൊക്കെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നു, യേശു തനിക്ക് ഉണ്ടായിരുന്ന ഈ പ്രത്യേകതകൾ, തൻ്റെ അധികാരങ്ങൾ, അതൊന്നും യേശുവിൻ്റെ കാര്യലാഭത്തിനായിട്ട്, യേശുവിൻ്റെ പ്രത്യേക ലക്ഷ്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നില്ല. യേശു അവനെ തന്നെ വളരെ പ്രത്യേകത ഉള്ള വ്യക്തിയായിട്ട് കാണുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവന് മനുഷ്യരുടെ ഇടയിൽ നിൽക്കുവാനായിട്ട്, അവരോടൊപ്പം ആകുവാനായിട്ട് സാധിച്ചു. മിശിഹ ആയിരുന്നിട്ട് കൂടി, ദൈവപുത്രനായിരുന്നിട്ട് കൂടി, ഇത്രയും അധികാരമുണ്ടായിരുന്നിട്ട് കൂടി മനുഷ്യർ അവനോട് പ്രത്യേക രീതിയിൽ പെരുമാറണമെന്ന് അവൻ ശഠിച്ചില്ല. എളിമയോടുകൂടി അവരിൽ ഒരുവൻ ആയിത്തീരുവാനായിട്ട് അവന് സാധിച്ചു. യേശുവിൻ്റെ ജ്ഞാനസ്നാന വേളയിലും നമ്മൾ ഇതുതന്നെയാണ് കാണുന്നത്. മനുഷ്യനായ യേശു, അവന് ഈ ജ്ഞാനസ്നാനത്തിൻ്റെ കൃപയും അതുപോലെ തന്നെ അതിലൂടെ ആ കൂട്ടായ്മയിലുള്ള പങ്കാളിത്തവും ആവശ്യമായിരുന്നു. അതവൻ സ്വീകരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഈ ഒരു പ്രവൃത്തി ഇന്നത്തെ ലോകത്ത് നമുക്ക് ഒരു വെല്ലുവിളി തന്നെയാണ്. അധികാരവും പ്രശസ്തിയുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പ്രത്യേക ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ചില അടയാളങ്ങളും, എന്തിനു പറയുന്നു, നമ്മുടെ വസ്ത്രധാരണം പോലും നമ്മൾ ഈ ഒരു രീതിയിൽ പലപ്പോഴും നമ്മിൽ പലരും ഉപയോഗിക്കാറുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് കണ്ട ഒരു വാർത്ത ഓർക്കുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. മനുഷ്യർ രാവിലെ മുതൽ ഇങ്ങനെ ക്യൂവിൽ നിൽക്കുകയാണ് വോട്ട് ചെയ്യുവാനായിട്ട്. പെട്ടെന്ന് ഒരു നടി അവിടെ പ്രത്യക്ഷയാകുക. അവർ ക്യൂവിൽ നിൽക്കാതെ എന്തൊക്കെയോ അധികാരമുള്ളതുപോലെ നേരെ അങ്ങ് വോട്ട് ചെയ്യാനായിട്ട് പോയി. പക്ഷേ അവിടെ കൂടി നിന്നിരുന്ന പല മനുഷ്യർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അവരത് ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു, ഞങ്ങളും നിങ്ങളെപ്പോലുള്ള മനുഷ്യരാണ്. നിങ്ങൾ സിനിമാ നടിയായതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകതയൊന്നുമില്ല, നിങ്ങളും ക്യൂവിൽ നിൽക്കണം. അങ്ങനെ വളരെ അപമാനിതയായിട്ട് അവർക്ക് തിരിച്ചു പോരേണ്ടി വരുന്ന ഒരു കാഴ്ചയുണ്ടായി. അതെ, നമ്മൾ പലരും ഇങ്ങനെയാണ്. നമ്മൾക്കൊക്കെ ലഭിച്ചിരിക്കുന്ന ചില പദവികൾ കൊണ്ട്, നമ്മൾ ചെയ്യുന്ന ചില ജോലികൾ കൊണ്ട് നമുക്കൊക്കെ എന്തൊക്കെയോ പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ കരുതുന്നവരാണ്. യേശുവിൻ്റെ ജ്ഞാനസ്നാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരും തുല്യരാണെന്നുള്ളത്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മളെല്ലാവരും സമന്മാരാണ്. നമുക്കുള്ള എന്തെങ്കിലും പ്രത്യേകത കൊണ്ട് ദൈവം നമ്മെ വ്യത്യസ്തനായിട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പത്രോസും ഇത് പ്രസംഗിക്കുന്നത്. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്ന് പത്രോസ് ധൈര്യപൂർവ്വം പറയുക. പത്രോസിന് തൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ കൊണ്ട് അതിന് വളരെ ശക്തമായിട്ടുള്ള സാക്ഷ്യം നൽകുവാനായിട്ട് സാധിക്കും. അവൻ ജീവിതത്തിൽ അനുഭവിച്ചതാണത്, യേശുവിൻ്റെ ഈ ഒരു പക്ഷപാതമില്ലാത്ത സ്നേഹം, കരുതൽ. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവികൾ, അധികാരങ്ങൾ, നമ്മുടെ കഴിവുകൾ, അതൊക്കെ നമ്മുടെ സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സ്നേഹത്തിലും എളിമയിലും വളർത്തട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.